ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ലെറ്റ്. നമ്മൾ കോസറ്റീവ് വെർബ് എല്ലാം പഠിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ലെറ്റ്. സ്പോക്കൺ ഇംഗ്ലീഷിൽ ഒരുപാട് യൂസ്ഫുൾ ആണ്, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക്, ലെറ്റ് എന്നതിൻ്റെ ഉപയോഗം. ഇന്നത്തെ ലെസണിൽ നമ്മൾ ലെറ്റ് എന്നത് എങ്ങനെ ഉപയോഗിക്കുമെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ലെറ്റ് എന്നത് ഒരു മെയിൻ വെർബായിട്ട് ഉപയോഗിക്കാം. ലെറ്റ് എന്നതിന് മീനിങ് allow, പെർമിറ്റ്, അനുവദിക്കുക. ഇത് എല്ലാ ടെൻസിലും ഉപയോഗിക്കാം. മാത്രമല്ല ഇത് എല്ലാ മോഡൽ വേർബ്സിൻ്റെ കൂടെയും ഉപയോഗിക്കാം. ഇനി എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ലെസൺ പഠിക്കുന്നത്. ആദ്യം നമുക്ക് പ്രസൻറ്റ് ടെൻസ് നോക്കാം. പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങൾ, പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നതിന്. ഫോർ എക്സാമ്പിൾ, ഐ ഗോ, ഞാൻ പോകാറുണ്ട്. ഐ കം, ഞാൻ വരാറുണ്ട്. ഐ സിങ്, ഞാൻ പാടാറുണ്ട്. ഐ റൈറ്റ്, ഞാൻ എഴുതാറുണ്ട്. ഇങ്ങനെയൊക്കെ ഇല്ലേ? ഒരു സബ്ജക്റ്റിനോട് കൂടി വേർബിൻ്റെ V1 ഫോം അല്ലെങ്കിൽ ബേസ് ഫോം ചേർത്താൽ നമുക്ക് ഇത്തരത്തിലുള്ള സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റും. ഈ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ നമ്മൾ എങ്ങനെയാണ് ലെറ്റ് ഉപയോഗിക്കുന്നത്? ഇത്തരം പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൻ്റെ കൂടെ ലെറ്റ് ചേർത്താൽ എന്താണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ്ങിൽ വ്യത്യാസം വരുന്നത്? ഐ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതാറുണ്ട്. പക്ഷേ ലെറ്റ് എന്നതിൻ്റെ മീനിങ് അനുവദിക്കുക എന്നല്ലേ? അപ്പോൾ വേറൊരാളെ അനുവദിക്കുക എന്ന മീനിങ് വരും. ഐ ലെറ്റ് ഹിം റൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ എഴുതാൻ അനുവദിക്കാറുണ്ട്. ഐ ലെറ്റ് ഹെർ ഡൂ ദ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ വർക്ക് ചെയ്യാൻ അനുവദിക്കാറുണ്ട്. അപ്പോൾ ഐ ലെറ്റ് ഹെർ ഡൂ, ഐ ലെറ്റ് ഹിം ഡൂ. ലെറ്റ് എന്ന ഒരു കോസറ്റീവ് വേർബ് അതിൽ ചേർക്കുമ്പോൾ, ആ സെൻറ്റൻസിൽ ചേർക്കുമ്പോൾ ആ സെൻറ്റൻസിൻ്റെ മീനിങ് ആകെ മാറുകയാണ്. വേറൊരാളെ ചെയ്യാൻ അനുവദിക്കുക എന്ന മീനിങ് വരും. ഐ സിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പാടാറുണ്ട്. ഐ ലെറ്റ് ഹെർ സിങ് എന്ന് പറഞ്ഞാലോ ഞാൻ അവളെ പാടാൻ അനുവദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ്, ഐ എന്ന സബ്ജക്റ്റ്, അത് കഴിഞ്ഞാൽ ലെറ്റ്. പിന്നെ വെക്കേണ്ടത് ഐ ലെറ്റ് ഹിം അല്ലെങ്കിൽ ഐ ലെറ്റ് ഹെർ, ഐ ലെറ്റ് യു എന്നൊക്കെയാണ്. ഹിം, ഹെർ, അസ്, മീ എന്നൊക്കെ പറയുന്നതിന് നമ്മൾ ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗൺസ് എന്നാണ് പറയുന്നത്. ഐ എന്നതിൻ്റെ ആ ഒബ്ജക്റ്റീവ് കേസിലുള്ള പ്രോനൗണാണ് മീ. അപ്പോൾ ഒബ്ജക്റ്റീവ് കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് മീ, എന്നെ, നിങ്ങളെ എന്നാണെങ്കിൽ യു, അവളെ എന്നാണെങ്കിൽ ഹെർ, അവനെ എന്നാണെങ്കിൽ ഹിം, അവരെ ദം, നമ്മളെ എന്നാണെങ്കിൽ അസ്. അങ്ങനെയാണ് ഒബ്ജക്റ്റീവ് കേസിലുള്ള ഒരു പ്രോനൗൺ ലെറ്റ് കഴിഞ്ഞാൽ ഉപയോഗിക്കുക. ആരെയാണ് ചെയ്യാൻ അനുവദിക്കുന്നത് അത് അവിടെ ഉപയോഗിക്കുക. ഐ ലെറ്റ് ദം ഡൂ ദ വർക്ക് എന്ന് പറഞ്ഞാൽ ഐ ലെറ്റ് ദം എന്ന ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗൺ അവിടെ ഉപയോഗിച്ചു, അവരെ എന്ന ഒരു മീനിങ് കിട്ടുന്നതിന് വേണ്ടി. അപ്പോൾ സബ്ജക്റ്റ്, അത് കഴിഞ്ഞാൽ ലെറ്റ് എന്ന കോസറ്റീവ് വേർബ് ഉപയോഗിക്കുക, പിന്നെ ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗൺ, പിന്നെ ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ V1 ഫോമാണ്. ഐ ലെറ്റ് ഹെർ ഡു, ഐ ലെറ്റ് ഹിം ഡു. അങ്ങനെ. ഇനി ഈ സബ്ജക്റ്റ്, ഐ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ലെറ്റ് എന്നുപയോഗിച്ചത്. ഇതല്ലാതെ യു, വി, ദേ, പിന്നെ വേറെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ ലെറ്റ് എന്ന് തന്നെ ഉപയോഗിക്കാം. ഇതൊന്നുമല്ല, ഹീ ആണ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഷീ ആണ് സബ്ജക്റ്റ്, അതുമല്ല വേറെ ഏതെങ്കിലും സിംഗുലർ സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ലെറ്റ്സ് എന്ന് ഉപയോഗിക്കണം. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ലെറ്റ് ഓർ ലെറ്റ്സ് പ്ലസ് ഒബ്ജക്റ്റീവ് കേസ് പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. അപ്പോൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ സെൻറ്റൻസ് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഞാൻ അങ്ങനെ ചെയ്യാൻ അനുവദിക്കാറുണ്ട്, ഇങ്ങനെ ചെയ്യാൻ അനുവദിക്കാറുണ്ട്, ഞാൻ അവളെ അവിടെ പോകാൻ അനുവദിക്കാറുണ്ട്. ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ലെറ്റ് ഉപയോഗിക്കാം. ഇനി പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് പാസ്റ്റ് സിമ്പിൾ ടെൻസ്. പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണെങ്കിൽ അനുവദിച്ചു എന്ന് വേണം. ഞാൻ അവളെ പാടാൻ അനുവദിച്ചു, അത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. അപ്പോൾ ഐ ലെറ്റ് ഹെർ സിങ്, ഞാൻ അവളെ പാടാൻ അനുവദിച്ചു എന്നായി. ലെറ്റ് എന്ന വേർബിൻ്റെ V1 ഫോം, V2 ഫോം, V3 ഫോം എല്ലാം ലെറ്റ് എന്ന് തന്നെയാണ്. അപ്പോൾ പാസ്റ്റ് ടെൻസിലാവുമ്പോഴും നമ്മൾ ലെറ്റ് എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഐ ലെറ്റ് ഹെർ സിങ് എ സോങ് യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ അതൊരു പാസ്റ്റ് ടെൻസിലെ സെൻറ്റൻസ് ആണ്. ലെറ്റ് എന്നത് അനുവദിച്ചു എന്ന അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചത് V2 ഫോമാണ് ലെറ്റിൻ്റെ. ഐ ലെറ്റ് ഹെർ സിങ് എ സോങ്. ഷീ ലെറ്റ് മീ കം ഹിയർ, അവൾ ഇവിടെ വരാൻ എന്നെ അനുവദിച്ചു. ഷീ ലെറ്റ് മീ, ആരാണ് അനുവദിച്ചത്? ഷീ. അപ്പോൾ അത് സബ്ജക്റ്റ്.
ഷീ ലെറ്റ് മീ കം ഹിയർ. അവൾ ഇവിടെ വരാൻ എന്നെ അനുവദിച്ചു. ഹീ ലെറ്റ് ദം ഗോ ദർ. ഹീ ലെറ്റ് ദം ഗോ ദർ. ഹീ അവൻ, അവരെ, ദം അല്ലേ. ഹീ ലെറ്റ് ദം ഗോ ദർ. അവിടെ പോകാൻ അവൻ അവരെ അനുവദിച്ചു. ഇപ്പോൾ ലെറ്റ് എന്ന് തന്നെയാണ് പ്രസൻറ്റ് ടെൻസിലായാലും പാസ്റ്റ് ടെൻസിലായാലും ഉപയോഗിക്കുന്നത്. കാരണം V1 ഫോം V2 ഫോം ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ അതെങ്ങനെയാണ് മനസ്സിലാക്കും? നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അത് മനസ്സിലാക്കുക. നമ്മൾ ഏത് അർത്ഥത്തിലാണ് പറയുന്നത്, ഏത് സിറ്റുവേഷനിലാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഏത് തരം സെൻറ്റൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ആണോ പ്രസൻറ്റ് ടെൻസ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഞാൻ അവനെ പോകാൻ അനുവദിച്ചു. അപ്പോൾ എന്താണ്? ഐ ലെറ്റ് ഹിം ഗോ ദർ. ഞാൻ അവനെ അവിടെ പോകാൻ അനുവദിച്ചു എന്നല്ലേ. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിച്ച സ്ട്രക്ചർ എന്താ? ഐ ലെറ്റ് ഹിം ഗോ. ഞാൻ അവനെ പോകാൻ അനുവദിച്ചു. അവിടെ ഐ സബ്ജക്റ്റാണ്, അത് കഴിഞ്ഞിട്ട് ലെറ്റ്. പിന്നെ ഉപയോഗിച്ചത് ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗൺ. പിന്നെ V1 ഫോം ഓഫ് ദ വേർബ് തന്നെയാണ്. ആ സിറ്റുവേഷൻ അനുസരിച്ച് അത് പാസ്റ്റ് ടെൻസ് ആണോ പ്രസൻറ്റ് ടെൻസ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതല്ലെങ്കിൽ ചില ടൈം എക്സ്പ്രഷൻസ് ഉണ്ടാവും. ഐ ലെറ്റ് ഹിം ഗോ ദർ യെസ്റ്റർഡേ. അപ്പോൾ യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു പാസ്റ്റിലെ കാര്യമാണ്. ലെറ്റ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് V2 ഫോമാണ്, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണ് എന്ന്. അപ്പോൾ പ്രസൻറ്റ് സിമ്പിൾ കഴിഞ്ഞു, പാസ്റ്റ് സിമ്പിൾ കഴിഞ്ഞു. ഇനി ഫ്യൂച്ചർ സിമ്പിൾ. ഞാൻ അവിടെ പോകാൻ അവനെ അനുവദിക്കും. ഞാനാണ്. അപ്പോൾ ഐ വിൽ ലെറ്റ് ഹിം ഗോ ദർ. ഐ വിൽ ലെറ്റ് ഹിം ഗോ ദർ. ഞാൻ അവനെ അവിടെ പോകാൻ അനുവദിക്കും. അത് ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ് ആയി. അപ്പോൾ എന്താണ് സ്ട്രക്ചർ ഉപയോഗിച്ചത്? സബ്ജക്റ്റ് പ്ലസ് വിൽ ലെറ്റ് പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. അവർ ഇവിടെ വരാൻ അവൻ അനുവദിക്കും. അവർ ഇവിടെ വരാൻ അവൻ അനുവദിക്കും. അവനാണ് അനുവദിക്കുന്നത്. അപ്പോൾ അവൻ, ഹീ വിൽ ലെറ്റ് ദം കം ഹിയർ. അവർ ഇവിടെ വരാൻ അവൻ അനുവദിക്കും. ഹീ വിൽ ലെറ്റ് ദം കം ഹിയർ. അതും ഈസിയാണ്. അപ്പോൾ ഫ്യൂച്ചർ സിമ്പിൾ ടെൻസിൻ്റെ സ്ട്രക്ചർ മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് ഫോംസും ക്വസ്റ്റ്യൻ ഫോംസും ഒക്കെ ആകാം. ഇപ്പോൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ നമ്മൾ പറഞ്ഞത് എന്താ? ഐ ലെറ്റ് ഹിം കം ഹിയർ. അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഐ ഡു നോട്ട് ലെറ്റ് ഹിം കം ഹിയർ എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ ഇവിടെ വരാൻ അനുവദിക്കാറില്ല എന്നാണ്. ഇനി പാസ്റ്റ് ടെൻസ് ആണെങ്കിലോ? ഐ ഡിഡ് നോട്ട് ലെറ്റ് ഹിം കം ഹിയർ. ഞാൻ അവനെ ഇവിടെ വരാൻ അനുവദിച്ചില്ല. പാസ്റ്റ് ടെൻസായി. ഫ്യൂച്ചർ ടെൻസിലാണെങ്കിലോ? ഐ വിൽ നോട്ട് ലെറ്റ് ഹിം കം ഹിയർ. ഞാൻ അവനെ ഇവിടെ വരാൻ അനുവദിക്കില്ല. ഐ വിൽ നോട്ട് അല്ലെങ്കിൽ ഐ വോണ്ട്. വിൽ നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് വോണ്ട്. അപ്പോൾ നെഗറ്റീവ് ഫോംസും ആകാം. ഇനി ക്വസ്റ്റ്യൻ ഫോംസും ആകാം. ക്വസ്റ്റ്യൻ ഫോം ആണെങ്കിൽ എങ്ങനെയാണ്? ഡു യു ലെറ്റ് ഹിം കം ഹിയർ. ഡു യു ലെറ്റ് ഹിം കം ഹിയർ എന്ന് ചോദിച്ചാൽ അവൻ ഇവിടെ വരാൻ നിങ്ങൾ അനുവദിക്കാറുണ്ടോ? അതല്ലെങ്കിൽ ഡിഡ് യു ലെറ്റ് ഹിം കം ഹിയർ. പാസ്റ്റ് ടെൻസായി. നിങ്ങൾ അവനെ ഇവിടെ വരാൻ അനുവദിച്ചോ? ഫ്യൂച്ചർ ടെൻസിലാണെങ്കിൽ അവൻ ഇവിടെ വരാൻ നിങ്ങൾ അനുവദിക്കുമോ എന്നല്ലേ വേണ്ടത്. അപ്പോൾ വിൽ യു ലെറ്റ് ഹിം കം ഹിയർ. അപ്പോൾ നെഗറ്റീവ് ഫോംസും ഇൻ്ററോഗേറ്റീവ് ഫോംസും ഒക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതൊക്കെ മനസ്സിലാക്കുന്നതിനോടൊപ്പം ഇത് പ്രാക്ടീസ് ചെയ്യണം. എങ്കിലേ നമുക്ക് സംസാരിക്കുമ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രാക്ടീസാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ, പാസ്റ്റ് സിമ്പിൾ, ഫ്യൂച്ചർ സിമ്പിൾ ഒക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് കണ്ടിന്യൂസ് ടെൻസ് നോക്കാം. കണ്ടിന്യൂസ് ടെൻസിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, അവിടെയും നമുക്ക് ഈ ലെറ്റ് ഉപയോഗിക്കാം. കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് ഡൂയിങ് ഹിസ് വർക്ക്, അവൻ അവൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ വർക്കിംഗ് ദർ, അവർ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയല്ലേ കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതൊക്കെ നമുക്ക് ലെറ്റ് ഉപയോഗിച്ച് എങ്ങനെ പറയും? അവൻ അവരെ വർക്ക് ചെയ്യാൻ അനുവദിച്ചു കൊണ്ടിരിക്കുകയാണ്.
അവൻ, അവരെ ആണ്, അവൻ ആണ്. ഹി ഈസ് ലെറ്റിംഗ്, ഹി ഈസ് ലെറ്റിംഗ് ദം വർക്ക്. ഹി ഈസ് ലെറ്റിംഗ് ദം വർക്ക് എന്ന് പറഞ്ഞാൽ അവരെ വർക്ക് ചെയ്യാൻ അനുവദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് ലെറ്റിംഗ്, ലെറ്റ് എന്ന വേർബിനോട് കൂടി ing ചേർത്തു, അപ്പം കണ്ടിന്യൂസ് ഫോം കിട്ടി. ഹി ഈസ് എന്ന് ഉപയോഗിച്ചു. ഇനി ഞാൻ അവരെ വർക്ക് ചെയ്യാൻ അനുവദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണെങ്കിലോ ഐ ആം ലെറ്റിംഗ് ദം വർക്ക്, ഞാൻ അവരെ വർക്ക് ചെയ്യാൻ അനുവദിച്ചു കൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ആണ് സബ്ജക്റ്റ് എങ്കിൽ ആർ എന്ന് ഉപയോഗിക്കണം. ദേ ആർ ലെറ്റിംഗ് ഹിം വർക്ക്. അവർ അവനെ, ദേ ആറാണ്, ദേ ആണ് സബ്ജക്റ്റ്. ദേ ആർ ലെറ്റിംഗ് ഹിം വർക്ക്. അവർ അവനെ വർക്ക് ചെയ്യാൻ അനുവദിച്ചു കൊണ്ടിരിക്കുകയാണ്, അവർ പെർമിഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും ആയി. അതിൻ്റെ സ്ട്രക്ചർ എന്താ? സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ലെറ്റിംഗ് പ്ലസ് ഒബ്ജക്റ്റീവ് കേസ് പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ മനസ്സിലായല്ലോ. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിലോ ഞാൻ അവരെ വർക്ക് ചെയ്യാൻ അനുവദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അതല്ലേ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഐ വാസ് ലെറ്റിംഗ് ദം വർക്ക്, ഐ വാസ്. ഇനി ഞങ്ങൾ അവരെ വർക്ക് ചെയ്യാൻ അനുവദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയും? ഞങ്ങൾ. അപ്പോൾ ഞങ്ങളാണ് അനുവദിച്ചു കൊണ്ടിരിക്കുന്നത്, അപ്പോൾ വി ആണ് സബ്ജക്റ്റ്. വി വേർ ലെറ്റിംഗ് ദം വർക്ക്, അവരെ ഞങ്ങൾ വർക്ക് ചെയ്യാൻ അനുവദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വർക്ക് എന്നത് V1 ഫോമാണ്, വർക്ക് ചെയ്യുക എന്നർത്ഥത്തിൽ. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ ഒപ്പം ലെറ്റ് ഉപയോഗിച്ചു. ഇനി ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് ഫോംസും ആവാം. വി വേർ നോട്ട് ലെറ്റിംഗ് ദം ഡു ദ വർക്ക് എന്നാണെങ്കിലോ വി വേർ നോട്ട് ലെറ്റിംഗ് ദം, വി വേർ നോട്ട് ലെറ്റിംഗ് ദം വർക്ക്, ഞങ്ങൾ അവരെ വർക്ക് ചെയ്യാൻ അനുവദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നില്ല എന്ന്. വി വേർ നോട്ട് ലെറ്റിംഗ് ദം വർക്ക്. വർക്ക് എന്നത് വേർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. V1 ഫോം ഓഫ് ദ വേർബാണ് വർക്ക്. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കഴിഞ്ഞു. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. വിൽ ബി പ്ലസ് ing ഫോം അല്ലേ? ഐ വിൽ ബി ഡൂയിങ് ദ വർക്ക്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഒരു സമയത്ത്. ഇനി ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ഒരു സമയം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയുമ്പോഴല്ലേ നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഐ വിൽ ബി ഡൂയിങ് ദ വർക്ക്, ഹി വിൽ ബി സിംഗിങ്, ദേ വിൽ ബി റൈറ്റിംഗ് ദ എക്സാം, അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെ ഈ ഒരു ടെൻസിൻ്റെ ഒപ്പം ലെറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഐ വിൽ ബി ലെറ്റിംഗ് ദം ഡു ദ വർക്ക്, ഐ വിൽ ബി ലെറ്റിംഗ് ദം ഡു ദ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ വർക്ക് ചെയ്യാൻ അനുവദിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും ഈ സമയത്ത്. ആ ഒരു ഫ്യൂച്ചറിലെ ടൈം ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. ഐ വിൽ ബി ലെറ്റിംഗ് ദം ഡു ദ വർക്ക്. അപ്പോൾ വിൽ ബി ലെറ്റിംഗ് എന്ന് ഉപയോഗിച്ചു. അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസായി. ഇനി പെർഫെക്റ്റ് ടെൻസിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് ഐ ഹാവ് റിട്ടൺ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ എഴുതിയിട്ടുണ്ട്. ഐ ഹാവ് റെഡ്, ഞാൻ വായിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം എങ്ങനെയാണ് ലെറ്റ് ഉപയോഗിക്കുന്നത്? ഐ ഹാവ് ലെറ്റ് ഹിം റൈറ്റ്, ഐ ഹാവ് ലെറ്റ് ഹിം റൈറ്റ്, ഐ ഹാവ് ലെറ്റ് ഹെർ സിംഗ്, ഇങ്ങനെയൊക്കെ. ഐ ഹാവ് ലെറ്റ് നോക്കൂ, പെർഫെക്റ്റ് ടെൻസ് ആണ്. ഐ ഹാവ് ലെറ്റ്, ഞാൻ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ വരുന്നത്. ഐ ഹാവ് ലെറ്റ് ഹെർ സിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ പാടാൻ അനുവദിച്ചിട്ടുണ്ട്. ഹാവ് കഴിഞ്ഞിട്ട് ലെറ്റ് എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം ലെറ്റ് എന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ലെറ്റ് ആണ്. അപ്പോൾ അവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിട്ടാണ് അവിടെ ലെറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ദേ ഹാവ് ലെറ്റ് മീ റൈറ്റ് ദ എക്സാം, എക്സാം എഴുതാൻ അവർ എന്നെ അനുവദിച്ചിട്ടുണ്ട്. ദേ ഹാവ് ലെറ്റ് മീ റൈറ്റ് ദ എക്സാം. റൈറ്റ് എന്നത് V1 ഫോം ഓഫ് ദ വേർബ്.
അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസായി. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസോ? ഐ ഹാഡ് ലെറ്റ് ദം ഗോ. ഞാൻ അവരെ പോകാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ലെറ്റ് ദം ഗോ. അപ്പോൾ ഹാഡ് ഉപയോഗിച്ചു. അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കൂടെ നമ്മൾ ലെറ്റ് ഉപയോഗിച്ചു. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിലോ? ഐ വിൽ ഹാവ് ലെറ്റ് ദം റൈറ്റ് ദ എക്സാം. ഞാൻ അവരെ അനുവദിച്ചിട്ടുണ്ടാകും. അതൊരു ഫ്യൂച്ചർ ടെൻസിലെ കാര്യമാണ്. ഒരു ഫ്യൂച്ചറിലെ കാര്യം നമ്മൾ ആലോചിച്ചുകൊണ്ട് പറയുകയാണ്. ഈ ഒരു സമയത്തേക്കും ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, ഞാൻ അത് എഴുതിയിട്ടുണ്ടാവും എന്നൊക്കെ പറയില്ലേ. അവിടെ നമ്മൾ ലെറ്റ് ഉപയോഗിക്കുന്നു. ഐ വിൽ ഹാവ് ലെറ്റ് ദം റൈറ്റ് ദ എക്സാം. ഞാൻ അവരെ ആ സമയത്ത് അത് അനുവദിച്ചിരിക്കും എന്നാണ്, ഫ്യൂച്ചറിലെ ഒരു സമയത്ത്. ഐ വിൽ ഹാവ് ലെറ്റ്. അവിടെയും വിൽ ഹാവ് കഴിഞ്ഞിട്ട് ലെറ്റ് ഉപയോഗിക്കുന്നത് ലെറ്റ് എന്ന വേർബിൻ്റെ V3 ഫോമായിട്ടാണ്. അപ്പോൾ എല്ലാ ടെൻസിലും അത് ഉപയോഗിക്കാം, ഈ ലെറ്റ് എന്ന കോസറ്റീവ് വേർബ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് കുറേ സമയമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോഴല്ലേ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അവിടെയും നമുക്ക് ഈ ലെറ്റ് ഉപയോഗിക്കാം. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും നമുക്ക് ഉപയോഗിക്കാം. അതെങ്ങനെയാണ്? ഐ ഹാവ് ബീൻ ലെറ്റിംഗ് ഹിം റൈറ്റ് ദ എക്സാം. ഐ ഹാവ് ബീൻ ലെറ്റിംഗ് ഹിം റൈറ്റ് ദ എക്സാം. ഐ ഹാവ് ബീൻ ലെറ്റിംഗ് ഹിം റൈറ്റ് ദ എക്സാം ഫോർ 2 hours. 2 hours ആയിട്ട് ഞാൻ അവനെ എക്സാം എഴുതാൻ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ ലെറ്റിംഗ് ഹിം റൈറ്റ്. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് എന്ന് പറയില്ലേ. ഇപ്പോഴല്ല, ഇതിനു മുൻപ് കുറേ സമയം പാസ്റ്റിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ. അപ്പോൾ ഐ ഹാഡ് ബീൻ ലെറ്റിംഗ് ഹിം റൈറ്റ് ദ എക്സാം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോഴല്ല, പക്ഷേ ഒരു സമയം, ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം അതിനുണ്ടായിരുന്നു. അത്രയും സമയം അവനെ അനുവദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹാഡ് ബീൻ ലെറ്റിംഗ് ഹിം റൈറ്റ് ദ എക്സാം. അതുപോലെ തന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഐ വിൽ ഹാവ് ബീൻ ലെറ്റിംഗ് ഹിം റൈറ്റ് ദ എക്സാം. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും ആയി. ഇത് എല്ലാ ടെൻസിലും ഇത് ലെറ്റ് എന്നത് ഉപയോഗിക്കാം. ഇതൊക്കെ നെഗറ്റീവ് ഫോംസും ഇൻറ്ററോഗേറ്റീവ് ഫോംസും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. മാത്രമല്ല ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക എന്നതാണ്, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, പ്രാക്ടീസ് ചെയ്യുക എന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഇങ്ങനെ എല്ലാ ടെൻസിൻ്റെ കൂടെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ മോഡൽ വേർബ്സിൻ്റെ കൂടെയും ഇത് ഉപയോഗിക്കാം. ഐ ക്യാൻ ലെറ്റ് ഹിം ഗോ. ഐ ക്യാൻ എന്ന മോഡൽ വേർബ് ഉപയോഗിച്ചു. അപ്പോൾ എങ്ങനെയാണ്? എനിക്ക് അവനെ അവിടെ പോകാൻ അനുവദിക്കാൻ എനിക്ക് സാധിക്കും, എനിക്കത് ആ ഒരു പെർമിഷൻ കൊടുക്കാൻ എനിക്ക് സാധിക്കും. ഐ ക്യാൻ ലെറ്റ് ഹിം ഗോ ദർ. ഐ മേ ലെറ്റ് ഹിം ഗോ ദർ. എനിക്ക് സാധിച്ചേക്കാം എന്നാണ്. ഐ മേ എന്ന മോഡൽ വെർബ് ഉപയോഗിച്ചു. ഐ ഷുഡ് ലെറ്റ് ഹിം ഗോ ദർ. ഐ ഷുഡ് ലെറ്റ് ഹിം ഗോ ദർ. ഞാൻ അവനെ പോകാൻ അനുവദിക്കണം, അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഐ ഷുഡ് ലെറ്റ് ഹിം ഗോ. അവനെ പോകാൻ ഞാൻ അനുവദിക്കണം. ഐ മസ്റ്റ് ലെറ്റ് ഹിം ഗോ. ഞാനത് എന്തായാലും അത് അനുവദിച്ചേ തീരൂ, അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഐ ഹാവ് ടു ലെറ്റ് ഹിം ഗോ. ഐ ഹാവ് ടു ലെറ്റ്, ഹാവ് ടു ഉപയോഗിച്ചു. ഐ നീഡ് ടു ലെറ്റ് ഹിം ഗോ. എനിക്ക് അവനെ പോകാൻ അനുവദിക്കേണ്ട ആവശ്യമുണ്ട്, അത് ഞാനങ്ങനെ ചെയ്യണം. ഐ നീഡ് ടു ഉപയോഗിച്ചു. ഐ യൂസ് ടു ലെറ്റ് ഹിം ഗോ. യൂസ്ഡ് ടു. അങ്ങനെ എല്ലാ മോഡൽ വെർബ്സിൻ്റെ കൂടെയും നമുക്ക് ഈ ലെറ്റ് ഉപയോഗിക്കാം. ഇത് വളരെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി ഇത് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ആ ഒരു ലെവൽ ഉയർത്താൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. മാത്രമല്ല നമ്മൾ വിചാരിക്കുന്ന കാര്യം അത് കൃത്യമായി തന്നെ കൺവേ ചെയ്യുന്നതിന് ഇത്തരം സെൻറ്റൻസുകൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുക, നമ്മുടെ കോൺവെർസേഷനിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്യുക. തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും.